ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഒരു ക്യാബിനറ്റ് ആണ്. അപ്പോൾ നമ്മുടെ CPU വേണ്ട ഒരു അടിപൊളി ക്യാബിനറ്റ് ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്തു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ് ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കവറൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ടക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ CPU ക്യാബിനറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഗാർനെറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ FT4323G എന്നാണ്. അപ്പോൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ട 2 പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ ബട്ടൺ വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്. പിന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫ്രണ്ടക്ക് ഗാർനെറ്റ് എന്നൊരു ലോഗോവും കാണാൻ കഴിയും. അപ്പോൾ അതിന് താഴെയായിട്ട് ഗ്രീൻ കളറിൽ നല്ലൊരു ഡിസൈനും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ നമുക്ക് എക്സ്പോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഫാൻ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോസ്റ്റ് ഫാൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് RGB കളറുള്ള എക്സ്പോസ്റ്റ് ഫാനുകൾ വാങ്ങി ഫിറ്റ് ചെയ്താൽ അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിന് സൈഡ് കവർ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉൾവശമാണ് കാണുന്നത്. അപ്പോൾ വളരെയധികം നീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഓഡിയോ കണക്ഷൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ USB, അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ, പവർ ബട്ടണൊക്കെ കൊടുക്കേണ്ട പിന്നുകളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മദർ ബോർഡിലേക്ക് ശരിയായി നോക്കി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്പോസ്റ്റ് ഫാനും കൂടി കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ട കണക്ടറൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ATX ടൈപ്പ് മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാബിനറ്റാണിത്. അതായത് വലിയ മദർ ബോർഡ്. ഇപ്പോൾ 3 ടൈപ്പാണ് വരിക: ATX, അതുപോലെ തന്നെ മൈക്രോ ATX, മിനി ATX. അപ്പോൾ ഇത് ATX സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ മദർ ബോർഡ് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യാനുസരണം നമ്മൾ നോക്കി ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ക്യാബിനറ്റിൽ അതായത് CD റൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് CD റൈറ്റർ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓൺ ബട്ടൺ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ചെറിയൊരു പുഷ് ബട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു ബട്ടൺ തന്നെയാണിത്. അപ്പോൾ നല്ല ഗ്രീൻ ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കും ഈ ക്യാബിനറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൈഡ് പാനൽ കവറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലുക്കിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ RGB കളറുള്ള ഫാനൊക്കെ ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്ത്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.